ഡൽഹി ക്രൈം സീസൺ 3 3 വർഷങ്ങൾക്ക് ശേഷം സീസൺ 3യുമായി അവരെത്തി. കഥയിലേക്ക് വന്നാൽ 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ പരിക്കേറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന അമ്മ, കുട്ടിയെ ഉപേക്ഷിച്ചു പോകുന്ന അമ്മയെ അന്വേഷിച്ചിറങ്ങുന്ന ഡൽഹി പോലീസ്. അതേസമയം നമ്മളുടെ കഥാനായിക വർത്തിക ചതുർവേദി ഡ്യൂട്ടി ചെയ്യുന്നത് അസമിലാണ്. അസമിലെ സിലിച്ചൽ എന്ന സ്ഥലത്ത്. അവിടെ കേസന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയും ഇല്ലീഗലായി വെപ്പൺസ് കടത്തുന്നു എന്ന മെസ്സേജ് ലഭിക്കുകയും അന്വേഷിച്ചിറങ്ങുന്ന ചതുർവേദിക്ക് ഒരു ട്രക്ക് നിറയെ പെൺകെട്ടുകളുമായി ഡ്രൈവർ ഉപേക്ഷിച്ച നിലയിൽ ഒരു വണ്ടി ലഭിക്കുകയും ആ കേസ് അന്വേഷിച്ചെത്തുമ്പോൾ ആ വണ്ടി ഡൽഹിയിലേക്കാണെന്നും ഇതിനു മുമ്പും പല ട്രക്കുകൾ അവിടേക്ക് പോയെന്നും അറിയുന്നു. അങ്ങനെ അതന്വേഷിച്ചിറങ്ങുന്ന ചതുർവേദി ഡൽഹിയിലെത്തുകയും ഡൽഹിയിൽ കുട്ടിയെ ഉപേക്ഷിച്ചു പോയ കേസുമായി ഇതിന് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ ടീമിനൊപ്പം അവർ ജോയിൻ ചെയ്യുകയും ഒരുമിച്ച് കേസന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതുമാണ് സീരീസ്. നല്ല രീതിയിൽ തുടങ്ങി നല്ല രീതിയിൽ അവസാനിച്ച ഒരു വെബ് സീരീസ്. നെഗറ്റീവ് റോൾ എത്തിയ ഹിമ ഖുറേഷി, ബഡാ ദീദി എന്ന് സീരീസിൽ വിളിക്കുന്നു. ഹിമ ഖുറേഷിയും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ തനുജ് ചോപ്ര, അദ്ദേഹവും മികച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടനം മൊത്തം സീരീസിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ടെക്നിക്കലി നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് സേറൽ ടോർച്ചുസി, അദ്ദേഹം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ക്യാമറ ജോഹാൻ ആൻഡ് എറിക്, നീറ്റ് വർക്ക്. ഡൽഹി ക്രൈം സീസൺ 3 ഹ്യൂമൻ ട്രാഫിക്കിംഗ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായി മുന്നോട്ട് പോകുന്ന സീസൺ 3 നല്ല രീതിയിൽ അവസാനിച്ചു. സീസൺ 4ലേക്ക് വെയിറ്റിംഗ്. സമയമുള്ളവർ കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സീരീസ്. 1ഉം 2ഉം കണ്ടവർക്കറിയാം. 1ഉം 2ഉം കണ്ടവർക്ക് പെട്ടെന്ന് കഥയിലേക്ക് എത്താം. ആദ്യ കഥാപാത്രങ്ങൾ തന്നെ ഇതിലും ചതുർവേദിക്കൊപ്പം ഉണ്ട്. ചതുർവേദിക്ക് ഒപ്പം നിൽക്കുന്ന നെഗറ്റീവ് റോളുമായി ഹിമ ഖുറേഷി ഞെട്ടിച്ചു. അപ്പോൾ പുതിയ ഒരു സീസൺ, പുതിയ ഒരു സീരീസ്, പുതിയൊരു സിനിമ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തും. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.